will run, I will climb. വെൽക്കം ടു സീ കോർണർ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഹെയർ കെയർ വീഡിയോ ആണ്. റാപ്പിഡ് ആയിട്ട് പെട്ടെന്ന് എങ്ങനെ മുടി വളർത്താം എന്നുള്ളതിന്റെ ഒരു ട്രീറ്റ്മെന്റ് ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിന് നമുക്ക് പുറത്തുനിന്ന് എന്തെങ്കിലും സാധനം വാങ്ങിക്കുക ഒന്നും ആവശ്യമില്ല. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ള ഒരേ ഒരു സാധനം മാത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ട്രീറ്റ്മെന്റ് ചെയ്യാൻ പോകുന്നത്. വളരെ സിമ്പിൾ ആണ് ചെയ്യാനായിട്ട്. അതുപോലെ മുടി വളരുന്നതിന് മാത്രമല്ല, ഈ ട്രീറ്റ്മെന്റ് കൊണ്ട് പ്രായമാകുന്നതിന് മുന്നേ ചില ആളുകൾക്ക് മുടി നരയ്ക്കാറുണ്ട്. അപ്പൊ ആ ഒരു പ്രശ്നത്തിനും കൂടെയുള്ള ഒരു പരിഹാരമാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ പറഞ്ഞോട്ടെ, മുടി വളരാനായിട്ട് ഈ ട്രീറ്റ്മെന്റ് വളരെ എഫക്റ്റീവ് ആണ്. നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ മാറ്റം മനസ്സിലാകാൻ തുടങ്ങും. പക്ഷെ മുടി നരയ്ക്കുന്നത് മാറുമെന്ന് ഞാൻ പറഞ്ഞത്, നമ്മൾ ഈ ട്രീറ്റ്മെന്റിൽ യാതൊരുവിധ കെമിക്കൽസും യൂസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ആ ഒരു റിസൾട്ട് കിട്ടാൻ, അതായത് മുടി നരയ്ക്കുന്നത് കുറയാനായിട്ട് കുറച്ചധികം സമയം വരും എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ചില ട്രീറ്റ്മെന്റുകൾ കുറച്ച് ആളുകൾക്ക് നല്ലതുപോലെ എഫക്റ്റീവ് ആയെന്നിരിക്കും, പക്ഷെ ചില ആളുകൾക്ക് അതത്ര സക്സസ് ആയി എന്ന് വരത്തില്ല. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് നാളുകൾ, ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ഒരു ട്രീറ്റ്മെന്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് നമുക്ക് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് നമ്മൾ സ്വയം അനലൈസ് ചെയ്യാം. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമുക്ക് ഏത് ട്രീറ്റ്മെന്റ് ആണ് എഫക്റ്റീവ് ആയിട്ടുള്ളത്, നമുക്ക് ഏത് ട്രീറ്റ്മെന്റ് കൊണ്ടാണ് ഗുണം ഉണ്ടാകുന്നത് എന്നുള്ളത് നമുക്ക് അങ്ങനെയാണ് മനസ്സിലാവുക. അല്ലാതെ ഒരു ട്രീറ്റ്മെന്റ് ചെയ്ത് നോക്കിയിട്ട് അതുകൊണ്ട് എനിക്ക് ഗുണമൊന്നും ഉണ്ടായില്ല എന്ന് പറഞ്ഞ് നമ്മൾ പാതി വഴിയിൽ ഒരിക്കലും നിർത്തിയിട്ട് പോകരുത്. പിന്നെ നമ്മൾ എന്ത് ട്രീറ്റ്മെന്റ് തന്നെ ചെയ്താലും അത് ഒരു ഹോപ്പോട് കൂടി ചെയ്യുക. ഇതെനിക്ക് സക്സസ് ആവും, ഇതുകൊണ്ടെല്ലാം ശരിയായി വരും എന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടി ചെയ്യാൻ തുടങ്ങിയാൽ ഏതൊരു ട്രീറ്റ്മെന്റും എന്ത് കാര്യമായിക്കോട്ടെ നമ്മൾ ചെയ്യുന്നത് എല്ലാം തന്നെ നമുക്ക് സക്സസ് ആയിട്ട് വരും. അപ്പൊ നമുക്ക് ഒട്ടും സമയം കളയാതെ നോക്കിയിട്ട് വരാം എങ്ങനെയാണ് നമ്മളുടെ ഇന്നത്തെ സിമ്പിൾ ആയിട്ടുള്ള പക്ഷേ എഫക്റ്റീവ് ആയിട്ടുള്ള ഹെയർ കെയർ ട്രീറ്റ്മെന്റ് എന്നുള്ളത്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഇത്രയും ഉള്ളിയാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് ഈ ജാറിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. അരച്ചെടുക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ 1-2 സ്പൂൺ വെള്ളം ഒഴിക്കാവുന്നതാണ്, പക്ഷെ ഒരുപാട് വെള്ളം ഒഴിക്കാതെ ഇരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പം ഞാനിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ ഉള്ളി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒരു സ്റ്റെയിനർ ഉപയോഗിച്ചിട്ട് ഇതിന്റെ നീരൊന്ന് നമുക്ക് അരിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ഉള്ളി നീര് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ഒരു കോട്ടൺ എടുത്ത് നമ്മുടെ ഈ ഉള്ളി നീരിൽ ഡിപ്പ് ചെയ്തിട്ടാണ് ഞാനിത് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോണത്. നമ്മുടെ ഉള്ളിയുടെ നീര് കംപ്ലീറ്റ് ആയിട്ട് തലയിൽ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു 5 മിനിറ്റ് നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. മസാജിങ് ഒക്കെ കഴിഞ്ഞു, തലമുടിയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഒരു 30 മിനിറ്റ് ഇങ്ങനെ തന്നെ വെയിറ്റ് ചെയ്യുക. മിനിമം 30 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂറൊക്കെ നമ്മുടെ ഉള്ളിയുടെ നീര് തലയിൽ വെച്ചാൽ നല്ലതാണ്. അപ്പോൾ ഞാൻ മുടിയെല്ലാം നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. ഞാനൊരു 1 മണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ സാധാരണ നോർമൽ വാട്ടർ വെച്ചിട്ട് വാഷ് ചെയ്ത് കളഞ്ഞു. നമ്മുടെ ഈ ഉള്ളിനീര് വെച്ചിട്ടുള്ള ട്രീറ്റ്മെന്റ് വളരെ ഈസിയാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവുന്നതാണ്. റിസൾട്ട് ഉണ്ടായി കഴിയുമ്പോൾ എല്ലാവരും ഉറപ്പായിട്ടും അത് അറിയിക്കണം. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങളെല്ലാം കമന്റ് ബോക്സിൽ അറിയിക്കുക. ഇനിയും ഇതുപോലെ ഈസി ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.